സർ, ഈ മോഹൻലാലിന്റെ മേജർ രവിയുടെ വാക്യത്താണോ വച്ചേക്കുന്നതെന്നൊരു സംശയമുണ്ട്. കാരണം മോഹൻലാലിന് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് മേജർ രവിയാണ്. മോഹൻലാൽ പ്രിവ്യൂ ഷോ കാണാറില്ല, മോഹൻലാൽ ഇതൊന്നും കണ്ടിട്ടില്ല, മോഹൻലാൽ ഇതൊന്നും അറിഞ്ഞിട്ടില്ല, മോഹൻലാലിന്റെ പട്ടാള പദവി, കേണൽ പദവി തിരിച്ചു പിടിക്കണമെന്നൊക്കെ പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്, അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ ഒരു മോഹൻലാലിനെ അങ്ങ് വെള്ള പൂശിക്കണം. അല്ല, ഞാൻ ചോദിക്കുന്നത്, ഇത്രയും ബുദ്ധിയും വിവരവും ഇല്ലാത്ത ഒരാളാണോ ലാലേട്ടൻ എന്ന് പറയുന്നത്? നമ്മളൊക്കെ, അല്ലെങ്കിൽ ഞാനൊക്കെ ആരാധിക്കുന്ന ഒരു എൻ്റെ ഓരോ കാലം മുതൽ ഇഷ്ടപ്പെട്ട നടനാണെന്ന് ചോദിച്ചാൽ മോഹൻലാൽ. അതിനപ്പുറം ഒരു വാക്കോ ഒരു പേരോ എനിക്ക് ഇതുവരെ ഞാൻ മാറിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇതിന്റെ കഥയെക്കുറിച്ചോ അല്ലെങ്കിൽ താൻ അഭിനയിക്കുന്ന സിനിമയിൽ ഇത്തരം കാര്യങ്ങൾ കുത്തിത്തിരികിയിട്ടുണ്ട് എന്നതിനെ കുറിച്ചോ അറിയില്ല എന്ന് പറഞ്ഞാൽ ഇത് വിശ്വസിക്കാൻ അല്പമെങ്കിലും ബുദ്ധിയുള്ളവർക്കാകുമോ സർ? അപ്പൊ മോഹൻലാൽ എന്താണ് ഇത്രയും നാൾ സിനിമയിൽ ചെയ്തുകൊണ്ടിരുന്നത്? മോഹൻലാൽ അത്യാവശ്യം സംസാരിക്കാൻ അറിയാവുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ എത്രയോ ഇൻ്റർവ്യൂകളും നമ്മൾ കണ്ടു. ഇത്രയും സുയുക്തിഭദ്രമായി സംസാരിക്കുന്ന ഒരാൾ. പിന്നെ അദ്ദേഹം ചില ടോക്ക് ഷോയിലൊക്കെ പങ്കെടുത്ത് കുട്ടികളോടൊക്കെ സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതിലൊക്കെ വാചാലമാകേണ്ടടുത്ത് വാചാലനാകുകയും സംസാരിക്കാൻ ആവുന്ന ഒരു നടനാണ് അദ്ദേഹം. അല്ലാതെ ആരെങ്കിലും കൊടുത്ത ഡയലോഗുകൾ മാത്രം ഉരുവിടുന്ന ഒരു പെർഫോമർ മാത്രമല്ല. അപ്പോൾ അങ്ങനെയുള്ള മോഹൻലാലിന് ഇങ്ങനെ ഒരു ഔദ്യോഗിക വക്താവിന് ആവശ്യമുണ്ടോ? അതെ, മേജർ രവി അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായിരിക്കും. അദ്ദേഹത്തിൻ്റെ ശീലങ്ങളും മാനേഴ്സ് എല്ലാം ഭംഗിയായിട്ട് അറിയാവുന്ന ഒരാളായിരിക്കും, അടുപ്പം കൊണ്ട്. ആ സൗഹൃദത്തിൻ്റെ പേരിൽ മോഹൻലാലിന് വേണ്ടി എന്തിനു മേജർ രവി ഇത്രയും അധികം സംസാരിക്കുന്നു? ലാൽ പറയട്ടെ, അതല്ലേ ഈ സന്ദർഭത്തിൽ ഏറ്റവും ഉചിതം. അല്ല, ലാല് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല, ലാൽ ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്ന തരത്തിൽ ലാലിനെ ന്യായീകരിക്കാൻ അദ്ദേഹം ആവേശപൂർവ്വം ഇന്നലെ മുതൽ രംഗത്തുണ്ട്. നമുക്ക് മേജർ രവിയുടെ സിനിമയും അദ്ദേഹത്തിൻ്റെ രീതികളുമൊക്കെ നമുക്ക് ഇഷ്ടമാണ്. അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ ലാലിൻ്റെ ഔദ്യോഗിക വക്താവ് എന്ന വേഷം അദ്ദേഹം അഴിച്ചു വെക്കണം. പിന്നെ ലാലിൻ്റെ കേണൽ പദവി അത് അദ്ദേഹത്തിന് ഇനിയൊരു ഭൂഷണമാണോ? അത് പദവിയിലിരുന്നു കൊണ്ട് അദ്ദേഹം ഇങ്ങനെ ഒരു സിനിമയിലെ ഒരു പെർഫോമറാകാമോ? ഇങ്ങനെ സംസാരിക്കാമോ? ഇത്തരം ഒരു പ്രമേയവുമായി വരുന്ന സിനിമയുടെ നായകനായി വരാമോ? ഇതൊക്കെ സാമാന്യ ജനങ്ങളുടെ ചോദ്യമാണ്. ഇതിനെല്ലാം മറുപടി പറയേണ്ട ആൾ മേജർ രവി അല്ല. മേജർ രവിയുടെ ഉത്തരവല്ല ജനങ്ങൾക്ക് വേണ്ടത്. മേജർ രവി പറയുന്നത് മോഹൻലാലിൻ്റെ അഭിപ്രായമാണോ എന്ന് അദ്ദേഹം ഒന്ന് സ്ഥിരീകരിക്കട്ടെ. ലാൽ സംസാരിക്കട്ടെ. ഇടയ്ക്ക് എന്തിനാണ് ഈ ഇത്തരം പൂജാരിമാർ? നമ്മൾ ദൈവത്തിൽ നിന്ന് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നു. ദൈവത്തിൻ്റെ പ്രതിപുരുഷനായി പുരോഹിതനെ അവിടെ കാണാൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് മേജർ രവി ഇത്തരം വേഷങ്ങൾ അഴിച്ചു മാറ്റുന്നതാണ് നല്ലത്. പലപ്പോഴും പറയുന്നുണ്ട്, മോഹൻലാലിന്റെ അടുത്തെത്തണമെങ്കിൽ ആദ്യം ആന്റണി പെരുമ്പാവൂരിനെ കണ്ടു തൊഴണം, എങ്കിലേ മോഹൻലാലിനെ ഒന്ന് കാണും. ഇപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങൾ മാറിയെന്ന് പലരും പറയുന്നു. നമ്മൾ പോയിട്ട് ലാലേട്ടനെ കാണണമെന്ന് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ല. പക്ഷേ ഇവിടെ ഇത്തരം വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ ജനങ്ങൾ ഒന്നടങ്കം, ഒരു വിഭാഗം ജനങ്ങൾ മാത്രമല്ല ഒന്നടങ്കം ജനങ്ങൾ, ഇപ്പൊ കോൺഗ്രസ് CPM ഒരുപക്ഷെ അനുകൂലമായി നിൽക്കുന്നുണ്ട്. VT ബൽറാം, രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ളവർ, കോൺഗ്രസിലെ ചില നേതാക്കളൊക്കെ, പിന്നെ എന്താ പറയുക, ഇപ്പൊ ബിനീഷ് കോടിയേരി ഉൾപ്പെടെ പോസ്റ്റ് ഇട്ട് രംഗത്ത് വരുന്നുണ്ട്. ഇത്രയും ചങ്കൂറ്റം കാണിച്ച പൃഥ്വിരാജിനെ അഭിനന്ദിക്കണം എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്നുണ്ട്. അതൊക്കെ ശരിയാണ്. പക്ഷേ ഈ കേണൽ പദവി നൽകി ആദരിച്ച രാജ്യത്തോട് ഇദ്ദേഹത്തിനെ ഇത്രയും വലിയ നടനാക്കി മാറ്റിയ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങളോട് ഇതിന്റെ സത്യാവസ്ഥ പറയാനുള്ള ബാധ്യത മോഹൻലാൽ എന്ന നടനില്ലേ? അദ്ദേഹം അത് പറയേണ്ടതല്ലേ? തീർച്ചയായിട്ടും മോഹൻലാൽ ഈ ദിവസങ്ങളിൽ എന്തെങ്കിലും, ഇന്ന് ഒക്കെ നമ്മൾ പ്രതീക്ഷിച്ചതാണ്, അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എങ്കിലും പത്രസമ്മേളനം നടത്തണം. അദ്ദേഹം ജനങ്ങളെ അഭിസംബോധന ചെയ്യണം. അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ ഒരവസരത്തിലാണ് അദ്ദേഹം എത്തി നിൽക്കുന്നത്. ആ സമയത്ത് അദ്ദേഹം അഡ്രസ്സ് ചെയ്യണം പൊതുസമൂഹത്തെ. സിനിമാ ലോകത്തോട് മാത്രമല്ല, കേരളത്തിലെ പൊതുസമൂഹത്തോട്. അദ്ദേഹം തീർച്ചയായിട്ടും ഉത്തരവാദിത്വമുള്ള ഒരു നടനാണ്. അദ്ദേഹത്തിന് AK ആൻ്റണി ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്നപ്പോൾ കേണൽ പദവി കൊടുത്തത് ഉചിതമായോ അനുചിതമാണോ എന്ന ചോദ്യമൊന്നും നമ്മൾ ഉന്നയിക്കുന്നില്ല. അത് 13 വർഷം മുമ്പ് സുകുമാർ അഴീക്കോട് തന്നെ ഈ പദവി പിൻവലിക്കണമെന്ന് ആൻ്റണിക്ക് കത്തെഴുതിയ ആളാണ്. അപ്പോൾ അന്നേ അദ്ദേഹം ഈ പദവിയിലൊക്കെ ഇരിക്കുമ്പോൾ അതിൻ്റേതായ ഒരു
രീതിയിലായിരിക്കണം അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ്. അദ്ദേഹത്തിൽ നിന്ന് പൊതുസമൂഹവും വലിയ പ്രതീക്ഷ വച്ച് പുലർത്തുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചില വീഴ്ചകൾ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. എന്താണ് സംഭവിച്ചതെന്നും ഇത് പ്രിവ്യൂ കാണാതിരിക്കാൻ തരത്തിലുള്ള തിരക്കെന്തായിരുന്നുവെന്നും ഇതിലേക്ക് വന്നുപെട്ട സാഹചര്യവും എല്ലാം അദ്ദേഹം വിശദീകരിക്കാൻ ബാധ്യസ്ഥനാണ്. അത്തരം വലിയൊരു ഡാമേജ് അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഏറ്റിട്ടുണ്ട്. അതിന് നേരത്തെ പറഞ്ഞ പോലെ ആൻ്റണി പെരുമ്പാവൂറോ മേജർ രവിയെ പോലെയുള്ള ആളുകളെ വെച്ച് അല്ല അദ്ദേഹം സംസാരിക്കേണ്ടത്. ഇദ്ദേഹം അങ്ങനെ ഔദ്യോഗിക വക്താക്കളെ ഇറക്കി സംസാരിക്കാതെ ലാൽ വരിക, ലാൽ വന്ന് സംസാരിക്കട്ടെ, മോഹൻലാൽ സംസാരിക്കട്ടെ. മോഹൻലാലിൽ നിന്ന് പറയാനുള്ളത് കേൾക്കാൻ കേരളം കാതോർത്തിരിക്കുകയാണ്. സിനിമാ ലോകത്തുള്ള എല്ലാവരും മോഹൻലാലിന് ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു വെട്ടിൽ വീണു എന്ന് വിശ്വസിക്കാൻ നമുക്കിപ്പോഴും തോന്നുന്നില്ല. പക്ഷേ മോഹൻലാൽ പറഞ്ഞാൽ എന്താണ് സാർ പറയേണ്ടത്? കാരണം ഇപ്പോൾ പൃഥ്വിരാജ് ചതിച്ചു എന്ന് അദ്ദേഹത്തിന് പറയാൻ കഴിയില്ല. താൻ ഇതിന്റെ പ്രിവ്യൂ ഷോ കണ്ടില്ല എന്ന് അദ്ദേഹത്തിന് പറയാൻ കഴിയില്ല. ഇതിൽ ഇത്തരം രംഗങ്ങളുണ്ട് എന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് അദ്ദേഹത്തിന് പറയാൻ കഴിയില്ല. എന്താണ് മോഹൻലാലിന് ഇതിൽ ആളുകൾക്ക് നൽകാനുള്ള മറുപടി? ഒരു മറുപടിയും ഇല്ല. മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇതിൽ നൽകാനുള്ള മറുപടി? 25-30 വർഷത്തെ അഭിനയ പാരമ്പര്യമുള്ള ഒരു നടൻ, അല്ലെങ്കിൽ ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ഒരു നടൻ എന്ന് തന്നെ പറയേണ്ടി വരും അദ്ദേഹത്തെ. അങ്ങനെ ഒരു നടൻ ഒരു സിനിമ വലിയ ഹൈപ്പ് ഉണ്ടാക്കി കൊണ്ടുവരുന്ന ഒരു സിനിമയിൽ തൻ്റെ കഥാപാത്രം മാത്രമല്ല മറ്റു കഥാപാത്രങ്ങളെ കുറിച്ച്, അല്ലെങ്കിൽ ആ സിനിമ പറയുന്ന പ്രമേയം എന്താണെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരിക്കണ്ടേ? അദ്ദേഹം ആ സിനിമയെ കുറിച്ച് കൂടുതൽ അറിയണ്ടേ? ഈ വിതരണക്കാരൻ മാറി അടുത്ത വിതരണക്കാരൻ വരും മുമ്പെങ്കിലും അദ്ദേഹം ഈ സിനിമയെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുക, പഠിക്കുക വേണ്ടേ? പൃഥ്വിരാജിന് എല്ലാം അറിയാം. എല്ലാത്തിലും കഴിവ് തെളിയിച്ച ഒരാളാണ് പൃഥ്വിരാജ്. അതുകൊണ്ട് പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ നിന്ന് നമ്മളിവിടെ എഴുത്തി പറയുന്നില്ല. സംവിധാനം എല്ലാം ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ടാകാം. പക്ഷേ മോഹൻലാൽ അറിയാതെ, ഗോകുലം ഗോപാലൻ അറിയാതെ, ഇതിലെ മറ്റ് താരങ്ങൾ അറിയാതെ എന്തിനാണ് പൃഥ്വിരാജ് ഇതിനകത്തേക്ക് ദേശവിരുദ്ധമായ കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് സുഡാപ്പികളെ സുഖിപ്പിക്കാനായി ഇത്തരം കാര്യങ്ങൾ ചെയ്തത് എന്നുള്ളതിന് മറുപടി ലാലിന്റെ കയ്യിൽ ഉണ്ടാകുമോ? ലാല് അത് വ്യാഖ്യാനിക്കാൻ ബാധ്യസ്ഥനാണ് തീർച്ചയായിട്ടും. ഈ സിനിമയുടെ തിരക്കിനിടയിൽ ചിലപ്പോൾ വിശദാംശങ്ങളിലേക്ക് പോകാൻ ഒരു നടനോ അതിലെ മറ്റ് ആർട്ടിസ്റ്റുകൾക്ക്. പക്ഷെ അദ്ദേഹത്തെ കൊണ്ട് നടന്ന് കേരളത്തിലും ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തുമൊക്കെ അദ്ദേഹത്തെ ആന എഴുന്നള്ളിക്കുന്നത് പോലെ എഴുന്നള്ളിച്ചു കൊണ്ട് നടന്ന് അദ്ദേഹത്തിന്റെ 1 മണിക്കൂറിന് വരെ വിലയുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ പ്രിയദർശന്റെ സിനിമകൾക്ക് പോലും അദ്ദേഹം ഇത്രയും പ്രൊമോഷന് പോയിട്ടില്ല. പക്ഷേ അദ്ദേഹത്തെ ആന എഴുന്നള്ളിക്കും പോലെ ലോകം മൊത്തവും കൊണ്ട് എഴുന്നള്ളിച്ചിട്ടാണ് ഈ തെറി മൊത്തം അദ്ദേഹത്തിനെ കൊണ്ട് ഈ രായപ്പൻ കേൾപ്പിക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ മറ്റൊരു വസ്തുത. സിനിമയിൽ പ്രവർത്തിക്കുമ്പോൾ ഈ സൗഹൃദത്തിന്റെ പേരിൽ മോഹൻലാലിന്റെ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. ചില ആളുകളെ വിശ്വസിക്കും. ഇപ്പോൾ തിരക്കഥ എഴുതിയ ആളിനെയും അതിൻ്റെ സംവിധായകനെയും അമിതമായി വിശ്വസിച്ചു പോകുന്ന ചില ദൗർബല്യങ്ങളുണ്ട്. അത് അങ്ങനെയുള്ള ഒരാളായിരിക്കും മോഹൻലാൽ ഒരു പക്ഷേ. അപ്പോൾ പക്ഷേ ആ കരിയറിൽ അദ്ദേഹത്തിന് ഇപ്പോൾ പറ്റിയ ഒരു വലിയ വീഴ്ചയാണ്. ഇനി അദ്ദേഹം അത് കരുതലോടെ ആയിരിക്കും എടുക്കുക. ഒരിക്കൽ തീക്കൊള്ളിക്ക് അടികൊണ്ടതുപോലെയുള്ള ഒരവസ്ഥയിൽ എത്തിയിരിക്കുന്നു. അപ്പോൾ ഒരു സംവിധായകൻ ഉദ്ദേശശുദ്ധി ഇല്ലാത്ത ആളാണെന്ന് എങ്കിൽ അയാളുമായിട്ട് സഹകരിച്ചൊരു ജോലി ചെയ്യുമ്പോൾ 3 വട്ടം ആലോചിക്കും ഇനി ഒരാൾ. അത് ഏത് നടനും ഒരു പാഠമാണ്. മോഹൻലാലിന് ഒരുപക്ഷെ ആദ്യത്തെ അബദ്ധമായിരിക്കും ഈ തരത്തിൽ സംഭവിച്ചത്. ഇനി അബദ്ധങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ. ഈ കാര്യത്തിൽ എന്താ സംഭവിച്ചതെന്ന് അദ്ദേഹം പൊതുസമൂഹത്തോട് നേരിട്ട് വന്ന് തുറന്ന് പറയുകയും വേണം. അത് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും.